ഹായ് ജോബ് സീക്കേഴ്സ്. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് കണ്ട കുറച്ച് പ്രീമിയം കാറുകളുടെ ഇടയിൽ ഞാൻ വന്ന് നിൽക്കണേ. അപ്പൊ ഇവിടുത്തെ വേക്കൻസീസ് എന്താണെന്നുള്ളത് നിങ്ങളെ അറിയിക്കുക, നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണേ. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്നെ ഹൈവേയുടെ, അതായത് മരത്താക്കര സിഗ്നലിന്റെ തൊട്ടടുത്തുള്ള ഒരു കാറിന്റെ ഷോറൂമിലാന്ന് പറയുമ്പോഴേക്കും പലർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോ ഏത് ഷോറൂമിലാണ് ഉള്ളത് എന്നുള്ളത്. ഇത് കാർ ക്ലബിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ വേക്കൻസി, അതായത് ഇങ്ങനെ ഒരു പ്രീമിയം കാറുകളുടെ ഇടയിലൊക്കെ ഒന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്ക് ചെയ്യുന്ന, അതായത് ഇവിടുത്തെ തന്നെ ഒരു എംപ്ലോയിയുടെ അടുത്ത് നമുക്ക് ചോദിച്ചറിയാം നമുക്കിവിടെ വേക്കൻസി അതൊക്കെ ഉള്ളതെന്നുള്ളത്. അപ്പൊ നമ്മളൊരു പുള്ളിനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആള് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും ഇവിടെ ഏതൊക്കെ വേക്കൻസി ഉണ്ടെന്നുള്ളതും ഇവിടെ എന്തൊക്കെ കാര്യം. അപ്പൊ ഇതിനുള്ള ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ലൈഫിൽ ഡ്രീമുകളും സെറ്റ് ആവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ലക്ഷറി വണ്ടികളുടെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ജോലി ചെയ്യണത്. ഇതുങ്ങളെ പറ്റി, ഇവരെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കണത്. ഇവരുടെ കൂടെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഭയങ്കര ഒരു ഹാപ്പിനെസ്സോട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ആളെ പരിചയപ്പെട്ട് ആളുടെ അടുത്ത് ചോദിച്ചറിയാം ഇവിടെ എന്തൊക്കെ വേക്കൻസി ഉള്ളത് എന്നുള്ളത്. കണ്ട, ഇതൊക്കെ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളാണ് ഈ കിടക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ്. യെസ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പേരൊന്ന് പറഞ്ഞു. ഞാനിവിടെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുക. യെസ് യെസ്. ഓക്കെ. അപ്പൊ എത്ര നാളായിട്ട് ഇവിടെ ജോലിയുണ്ട്? ഞാനിപ്പോ വന്നിട്ടൊരു 5 months ആവുന്നുള്ളൂ. 5 months ആവുന്നുള്ളൂ അല്ലെ? സോ ഇവിടെ ജോലി 5 months ആവുന്നുള്ളൂ. പക്ഷെ ഇവിടെ വർക്ക് ചെയ്തതിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള തന്നെയാണ്. പക്ഷേ ഈ ഫീൽഡിന്റെ ആയിരുന്നു. ഈ ഫീൽഡ് തന്നെ, ബട്ട് സെയിൽസ് ബൈക്സിന്റെ ആയിരുന്നു. ഓക്കെ. ബട്ട് ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര ഫ്രീഡം ആണ്. കാരണം പറഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് എൻവയറമെന്റ് വർക്ക് ചെയ്യാം. സ്റ്റാഫ്സ് ആയാലും ഫാമിലി പോലെയാണ് എല്ലാവരും നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മള് പൊതുവെ എല്ലാവർക്കും ഒരു ക്രൈസിലെ മേഖലയും കൂടെ ആയതുകൊണ്ട് നമ്മള് എല്ലാ ദിവസവും രാവിലെ ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരി. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങള് 1 by 1 ആയിട്ട്, അതായത് നമുക്കിപ്പോ നമ്മുടെ ഓഡിയൻസ് കംപ്ലീറ്റ് ജോബ് സീക്കേഴ്സ് ആണ്. അവര് നമ്മുടെ അവിടെ, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം, ജോലിക്ക് വരുമ്പോൾ അവരെങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടി വരിക, അവരെന്തൊക്കെയാണ് കൈ കരുതേണ്ടി വരിക? ഇന്റർവ്യൂക്ക് വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒട്ടുമിക്ക ഫീൽഡുകളും വരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. ഒരു മിനിമം ബേസ് നമുക്ക് 6 to 2 years വരെ, നമ്മൾ 6 months to 2 years നമ്മൾ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഓക്കെ. എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക്സ് എല്ലാം സി വി കൊണ്ടുവരണം. വേണ്ട നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഈ എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വണ്ടികൾ, ഈ പ്രീമിയം വണ്ടികളും ആയിട്ടുള്ള ഒരു പരിചയം നല്ലപോലെ ഉണ്ടാവും. പ്രീമിയം വണ്ടികൾ ഉണ്ടെങ്കിൽ അത് പ്രിഫറബിൾ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കുഴപ്പമില്ല, വെഹിക്കിളുമായിട്ടുള്ള പരിചയം. ഇവിടെ നമുക്കൊരു സെയിൽസ് ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ ജോലിയിൽ? ശരി. ഇനിയിപ്പോ നമുക്ക് ഇന്റർവ്യൂ, ആരാണ് ഇന്റർവ്യൂ എടുക്കുന്നത്? ഇയാളായിരിക്കും അല്ല, ഇന്റർവ്യൂ ടീമുണ്ട്. ഓക്കെ. അപ്പൊ അവരുടെ അടുത്ത് പോകുമ്പോ ഇയാൾ 5 മാസം മുന്നേ പോയിരുന്നല്ലോ. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ അടുത്തുള്ള കാര്യം? അപ്പൊ നമ്മുടെ ഓഡിയൻസിന് അതൊരു ബാക്കിയുള്ള പോലെ പേടിക്കാനൊക്കെ ഒന്നുമില്ല. ഇവിടെ ആകെ നീട്ട് നമുക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക. അതേപോലെ തന്നെ CV നമുക്ക് അയച്ചു കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഉള്ളൂ. ശരി ശരി. ബാക്കി നമുക്കറിയാവുന്ന, നമുക്ക് ഏത് ഫീൽഡിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ ഫീൽഡ് നോയിങ്ങും എന്താന്ന് ഒരാൾ പറഞ്ഞു കൊടുത്താൽ മതി. സോ നമുക്ക് ഇനി കമ്പനിയുടെ കാര്യത്തിലേക്ക് വരാം. ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളെ? ഈ സ്ഥാപനം നമുക്ക് ആദ്യം ഈസ്റ്റ് ബോർഡ് ഉണ്ടായിരുന്നു. 1996 തൊട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ഗൂഗിൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ തൃശ്ശൂരിൽ 2-3 ബ്രാഞ്ചുകൾ കണ്ടു. അത് ഫസ്റ്റ് തുടങ്ങിയത്. ഇത് നമുക്ക് സെക്കൻഡ് വന്ന ബ്രാഞ്ചാണ്. അപ്പൊ അത് പ്രീമിയം ആയിരുന്നോ? രണ്ടും പ്രീമിയം തന്നെയാണ്. രണ്ടും പ്രീമിയം കാറുകൾ തന്നെയായിരുന്നു. അത് ശരി ശരി. ഓക്കെ. അപ്പൊ ഇത് ഇവിടെ തൃശ്ശൂർ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ട് 29 years. 29 ആയിട്ടുണ്ട്. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഓണേഴ്സ് ആണ് ഇതിന്റെ കംപ്ലീറ്റ്. ശരി. പിന്നെ ഇതിന്റെ സർവീസ് സെന്ററുകൾ ഒക്കെ ഉണ്ട്. വേറെ സർവീസ് സെന്റർ ഉണ്ട് ഇവിടെ തന്നെയാണോ? നമുക്ക് നോൺ കാരേജ് പൊന്നൂക്കരയാണ്. നമുക്ക് സർവീസ് സെന്ററിലേക്ക് വേക്കൻസി ഇപ്പൊ പറയാനുണ്ട് അല്ലേ? ശരി. അപ്പൊ ഈ സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഡൗട്ട് ചോദിക്കുന്നതാണ്, നമുക്ക് പുറമത്തെ കാറുകൾ സർവീസ് എടുക്കും. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യാൻ നമ്മുടെ ഓൺ കസ്റ്റമേഴ്സിന്റെ വെഹിക്കിൾസ്, നമുക്ക് വരുന്ന വെഹിക്കിൾസ് ആണ്. അതിന് വല്ല ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ക്ലിയർ ചെയ്യും. ഓക്കെ. ശരി. അപ്പൊ നമ്മൾ ഓഡിയൻസ് കാത്തിരിക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ ഇവിടുത്തെ വേക്കൻസി എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഇനിയിപ്പോ വേക്കൻസിയിലേക്ക് വരാം. അതാണ് നമ്മുടെ ഓഡിയൻസ് കാത്തിരിക്കുന്നത്. അപ്പൊ വേക്കൻസി എന്ന് പറയുമ്പോൾ എത്ര വേക്കൻസി ടോട്ടൽ ഉണ്ട്? നമുക്ക് നമ്മുടെ കാർ ക്ലബിൽ മാത്രമായിട്ട് 5 വേക്കൻസീസ് ഉണ്ട്. 5 വേക്കൻസി ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ 5 വേക്കൻസി എന്ന് പറയുന്നത് 1 by 1 പറയാൻ പറ്റും? നമുക്ക് ടെലികോളിംഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ്. പിന്നെ അതേപോലെ മാർക്കറ്റിംഗ് മാനേജർ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ലൈഫ് ഇൻഷുറൻസിന്റെ എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. അതേപോലെ വീഡിയോ ആങ്കർ. അപ്പൊ വീഡിയോ ആങ്കറിന്റെ ജോലി ശരിക്കും ഇവിടുത്തെ വീഡിയോസുകൾ, അതായത് വണ്ടികളുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ നമ്മുടെ ഓഡിയൻസിൽ ഒരുപാട് പേർക്ക് വീഡിയോ ആങ്കറിന് താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ വരാറുണ്ട്. അപ്പൊ അവരൊക്കെ അത് കണ്ട് CV അയക്കുന്നുണ്ട് വിചാരിക്കാം. സോ നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഞാനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് മാർക്കറ്റിംഗ് മാനേജർ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, പിന്നെ എന്തായിരുന്നു വീഡിയോ ആങ്കർ, ലൈഫ് ഇൻഷുറൻസ്, ടെലികോളിംഗ്. അപ്പൊ ടെലികോളിംഗിലേക്ക് താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ CV അയക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ലക്ഷറി ആംബിയൻസിൽ നിന്ന് ജോലി ചെയ്യാന്ന് പറയുന്നത് ലൈഫിന്റെ വലിയൊരു ഭാഗമാണ്. ഞങ്ങൾക്ക് ഇവിടെയാണ് വീഡിയോ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ചൊക്കെ എക്സൈറ്റഡ് ആയി. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു വീഡിയോ എടുക്കാൻ. ഞങ്ങൾ കുറെ കാലമായിട്ട് ഇവിടെ CVs വിടാറുണ്ട്. പക്ഷെ നമ്മുടെ ആരും അങ്ങനെ മുമ്പ് പ്ലേസ് ആയിട്ടൊന്നും ഒരു വട്ടം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിന്
യൂട്യൂബ് ചാനൽ ഉണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേര് അറിയാം, കാർ ക്ലബ്ബ് എക്സോട്ടിക് മെഷീൻസ്. പിന്നെ ഇൻസ്റ്റഗ്രാമും തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഈ കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും. ഇന്റർവ്യൂവിന് വരുമ്പോൾ കുറച്ചും കൂടെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ചെയ്യും. 5 മാസമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സുഹൃത്തിന് ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. പിന്നെ ഈ തൃശ്ശൂർ ലൊക്കാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ, നമുക്ക് ഓർമ്മത്തുള്ളവർക്കൊക്കെ കൂടുതൽ. പിന്നെ പുറത്തെ ആൾക്കാർക്ക് ജെൻസിന് നമുക്ക് അക്കോമഡേഷൻ ഉണ്ട്. സോ നമുക്ക് 5 വേക്കൻസിയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു കാർ ക്ലബ്ബിൽ ഉള്ളത്. പിന്നെ ഇത് കൂടാണ്ട് ഇവരുടെ സർവീസ് സെന്ററിലേക്ക് നമുക്ക് ഇപ്പൊ 3 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് പറയാം. നമുക്ക് സർവീസിലേക്ക് വേണ്ട നമുക്ക് കാർ മെക്കാനിക്കിന് ആവശ്യമുണ്ട്. മെക്കാനിക്കിന് ആവശ്യമുണ്ട്. ഓട്ടോ ഇലക്ട്രീഷ്യൻ. ഈ മെക്കാനിക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ലക്ഷറി കാറിന്റെ പരിചയമുള്ള ആളായിരിക്കും. പ്രീമിയം കാർസ് പ്രിഫറബിൾ ആണ് നമുക്ക്. ഓക്കെ. അപ്പൊ ഇനിയാണ് കൂടുതലും എല്ലാ അബ്രോഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും കൂടുതൽ നന്നായിരിക്കും. അവർക്കായിരിക്കും ഇതിൽ കൂടുതൽ പരിചയമുള്ളത്. ശരി. പിന്നെ ഓട്ടോ ഇലക്ട്രീഷ്യൻ ആവശ്യമുണ്ട്. ഓട്ടോ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ വർക്ക്സ് കാറിന്റെ പരമായി ചെയ്യുന്നു, അതിന് ആവശ്യമുണ്ട്. അതേപോലെ നമുക്ക് വേണ്ടി വരുന്നതാണ് സർവീസ് മാനേജർ. സർവീസ് മാനേജർ. ഓക്കെ. അപ്പൊ ഇതിൽ 3ലും എക്സ്പീരിയൻസ് എന്തായാലും മസ്റ്റ് ആയിരിക്കും. ശരി. അപ്പൊ ഇതിൽ സാലറി പാക്കേജ് ഒരു ഏകദേശം അറിയാൻ പറ്റും. അറൌണ്ട് ഒരു 35 to 40 റേഞ്ച്. അപ്പൊ ഒരു ബിറ്റ്വീൻ 30 to 40 ആണ് വരുന്നത്. അപ്പൊ നിങ്ങളിൽ വീഡിയോ കാണുന്നവരിൽ മിക്കവാറും മേ ബി ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ ജോലി നോക്കുന്നവരുണ്ടാവും. അപ്പോൾ മാക്സിമം നല്ല നല്ല ജോലികൾ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തായിട്ടാണ് സ്മാർട്ട് മൂവ്സ് കിടന്ന് നടക്കണ ഈ വെയിലും കൊണ്ടിട്ട് നമ്മൾ എല്ലാവരും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നതിലില്ലെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ 2 കമ്പനിയിലും കൂടെ നമുക്ക് മൊത്തം അല്ല, ഇത് 8 കമ്പനിയാണ്. അതിന്റെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള വേക്കൻസി നേരത്തെ 5 പറഞ്ഞതും പുതിയത് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ 3 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മൊത്തം വേക്കൻസി നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് തന്നെ കാണിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ CV അയക്കുക. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കാർ ക്ലബിന്റെയും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.